ഇന്ന് നമുക്ക് നല്ലൊരു മീൻകറി വെച്ചാലോ? ബാ. അപ്പം നമ്മളിന്ന് വെക്കാൻ പോകുന്നത് നല്ലൊരു ചാളക്കൂട്ടാനാണ് കേട്ടോ. അപ്പം ചാളക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഒരു കൊടംപുളി ഇട്ട് വെച്ച ഒരു മീൻകറിയാണ് ഉദ്ദേശിക്കുന്നത്. നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു മീൻകറി. അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളിയും, ഒരു 2 തക്കാളിയും, ഒരു 1.5 സവാളയും എടുക്കാം. ഒരു മീനിനനുസരിച്ച് നമുക്ക് അതിൻ്റെ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല അരച്ച് നല്ല ഫൈനായിട്ടുള്ളൊരു പാകം ഉണ്ടല്ലോ, ആ പാകം വരെ അരച്ചു കൊടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, വെറുതെ ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഈ തക്കാളിയിലും സവാളയിലൊക്കെ അതിൻ്റെ ഒരു നീരുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ നമുക്കത് അരച്ചെടുക്കാൻ സാധിക്കും. ഇനി അതിന് ശേഷം നമുക്ക് മൺചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. എപ്പോഴും മീൻകറി വെക്കുമ്പോൾ മൺചട്ടി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല സ്വാദുണ്ടാവും മീൻകറി വെക്കുമ്പോൾ. അപ്പം നമുക്കിത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഉലുവയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവ ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അതിനുശേഷം ആ ഒരു സമയം കൊണ്ട് നമുക്കിവിടെ കുറച്ച് കുടംപുളി നല്ല ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇതൊന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിലയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇടിച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടി മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ സാധാരണ ഞങ്ങൾ മീൻകറിയിൽ വെളുത്തുള്ളി ഒന്നും ഉപയോഗിക്കാറില്ല. ഇന്നിപ്പോൾ ഇവിടെ അമ്മയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നത്. അമ്മയ്ക്ക് ഇഷ്ടമല്ല വെളുത്തുള്ളി. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മിക്കവാറും കറിയിൽ വെളുത്തുള്ളി ഉപയോഗിക്കാറില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെളുത്തുള്ളി ചേർത്ത കറികൾ. അപ്പോൾ ഇതേ നമുക്ക് നന്നായിട്ട് അരച്ച് വെച്ച തക്കാളി സവാള പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് വരട്ടി വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുന്നൊരു പാകമുണ്ടല്ലോ, അതുവരെ ഈ തക്കാളിയുടെ മിശ്രിതം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി വരണ്ട് വരുന്നൊരു പാകം വരെ ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിൻ്റെ നീരൊക്കെ ഒന്ന് വറ്റി വരണ്ട് വരാൻ ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഡയറക്റ്റായിട്ട് തക്കാളി വരണ്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തു. മറന്നു പോയതാണ്. ശരിക്കും മസാലകളൊക്കെ മൂപ്പിച്ചിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഞാൻ ഓർത്തു കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ട് ചൂടുവെള്ളം കൊണ്ട് കുഴച്ച് കുഴമ്പാക്കിയിട്ട് അതിലേക്ക് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാൻ കരുതി. അതും നല്ലൊരു ടേസ്റ്റുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി നല്ലൊരു കുഴമ്പ് രൂപത്തിലേക്ക് ആക്കിയെടുക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു പരുവം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലിട്ടൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ കുറുക്കി വെച്ചിട്ടുള്ള, അതായത് നമ്മളൊരു കുഴമ്പ് രൂപത്തിലാക്കി വെച്ചിട്ടുള്ള ഈ മസാലക്കൂട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടി ചൂടാക്കി എടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ തെളിഞ്ഞു വരുന്ന ഒരു പാകം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പക്ഷെ നമുക്കിതിൽ വെളിച്ചെണ്ണ വറ്റിപ്പോയി. അത് ഈ ഒരു ചീഞ്ചട്ടിയുടെ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഏകദേശം ഒരു പാകമാവണ രൂപം വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി നന്നായിട്ട് വരട്ടി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും മീൻകറിക്ക് നല്ല സ്വാദും വരും, കൊഴുപ്പും വരും. ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഗ്രേവിയില്ലേ, വരട്ടി വന്ന ഗ്രേവി, അതിലേക്ക് നമ്മുടെ ഈ മുളകിൻ്റെ മിശ്രിതം കൂടി, അതായത് ഈ ഒരു മസാലക്കൂട്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇതിലേക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇളക്കി നന്നായിട്ടൊന്ന് വരണ്ട് വരുന്നൊരു പാകം ഉണ്ടല്ലോ, ആ പാകം വരെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ എടുത്ത ആ ഒരു മിശ്രിതത്തിൽ തന്നെ വെള്ളം ചേർത്തിട്ടാണ് എടുത്തത്. മീൻകറിയുടെ ലാസ്റ്റ് രൂപം സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. ഈ രീതിയിൽ നമ്മൾ ഇതിലേക്ക് നമ്മളിനി ഈ നന്നാക്കി വെച്ചിട്ടുള്ള മീൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ച് നല്ല കുറുകിയ പാകമായി വരുമ്പോൾ നമുക്കിതെടുത്ത് യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിറ്റേ ദിവസത്തേക്കാണ് ഈ മീൻകറി അടിപൊളി ടേസ്റ്റ് ആയിരിക്കുന്നത്. നല്ല കുറുകിയ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.